ഹലോ, ഇന്ന് തിങ്കളാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് പുട്ടും പഴവുമാണ് മെനു. എനിക്ക് ഗോതമ്പ് പുട്ട് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് അതിൽ പകുതി പുട്ട്, കുറച്ച് പുട്ടെടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. 2 ഗ്ലാസ് പൊടി, നല്ല തിളച്ച വെള്ളം കൊണ്ട് 2 ഗ്ലാസ് പൊടിയിൽ 1 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് എടുത്ത പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പകുതി കുറച്ച് 1 ഗ്ലാസ് പൊടിയുടെ പുട്ട് കാണും. അതുകൊണ്ട് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. നമുക്ക് എല്ലാവർക്കും ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാം. അതുപോലെ തന്നെ സവാള, ഇഞ്ചി, പച്ചമുളകൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വഴറ്റി നല്ലതുപോലെ വഴന്ന് വരണം. അധികം ഇഞ്ചി ബ്രൗൺ നിറമായാൽ മതി. പക്ഷേ സവാള അധികം വഴറ്റണ്ട. അതിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇതും ഈ പച്ചക്കറി, അതായത് പച്ചക്കറികൾ വേറെ വേണമെങ്കിൽ ചേർക്കാം. ഗ്രീൻ പീസ് അല്ലെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞതോ അവർക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ ഒന്നും ചേർക്കുന്നില്ല. ക്യാരറ്റും സവാളയും മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നല്ലതുപോലെ ഇളക്കണം. പക്ഷേ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇത് നല്ലതുപോലെ ഇളങ്ങി അല്പം ഉപ്പ് ചേർക്കുക. കാരണം പുട്ടിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങാപ്പീരയും കൂടെ ചേർക്കണം. ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ചേർത്തു. 1/2 ഗ്ലാസ് തേങ്ങാപ്പീരയും കൂടെ ചേർത്ത്, തേങ്ങാ ചിരകിയത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി. കറിവേപ്പിലയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കടുക് പൊട്ടിക്കണം നിർബന്ധമില്ല. ഞാനൊരു 2 കടുക് ഇട്ട് പൊട്ടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഭക്ഷണമല്ലേ. എന്നിട്ട് അതിനകത്ത് തേങ്ങായും കൊണ്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി എല്ലാം യോജിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പുട്ട്, ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി വന്ന പുട്ട് കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. ഫ്രഷായിട്ട് ഉണ്ടാക്കിയ പുട്ട്, നല്ല സോഫ്റ്റായ പുട്ടാണ്. അതാണ് ചേർത്ത് നമ്മൾ ഈ പച്ചക്കറിയും സവാളയും ഇതും കൂടെ വഴറ്റിയതിനകത്തോട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രുചികരമായ ഗോതമ്പ് പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇളക്കി കഴിയുമ്പോൾ കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണ്, നല്ലതുപോലെ മിക്സ് ചെയ്യാം. കൂടുതൽ ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് കുടഞ്ഞ് നല്ലതുപോലെ ഇളക്കിയില്ലേമിണ്ടല്ല, വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം അടച്ച് വെച്ച് ഒരു ആവി വന്ന് കഴിയുമ്പോഴത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആവി വന്ന് കഴിയുമ്പോൾ ഇച്ചിരി ഒരു നനവ്, ഒരു കുഴഞ്ഞ രീതിയിൽ കിട്ടും. മൊത്തത്തിലൊരു കുഴഞ്ഞൊരവസ്ഥയിൽ കിട്ടും. ചിലർക്ക് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടമല്ല, ഒന്ന് കുഴഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നല്ലത്. ആ രീതിയിലാണെങ്കിൽ അങ്ങനെ ആയാലും മതി. ഇതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ഒരു ഹൈ പ്രോട്ടീൻ ആക്കണമെങ്കിൽ ഇത് നമ്മൾ ക്യാരറ്റിൻ്റെ തേങ്ങാപ്പീരയും ചേർത്ത് കഴിഞ്ഞിട്ട് പുട്ട് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ ഒരു പുലാവ് പോലൊക്കെ ഇരിക്കും, മുട്ടയും കൂടെ ചേർത്ത്. ഞാൻ പക്ഷേ അതൊന്നും ചേർത്തില്ല, ഈ രീതിയിൽ തന്നെ എടുത്തു. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രുചിയാണ്. ഞാൻ അധികമൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇതാദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഉണ്ടാക്കി, അന്നും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല ഈ സാധനം, അതുകൊണ്ട് പുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചോളും. അപ്പോൾ ഇത് കഴിച്ച്